1965 പുറത്തിറങ്ങിയ മുറപ്പെണ്ണ് എന്ന ചിത്രം മലയാള സിനിമയുടെ കഥ പറച്ചിലിൻ്റെ ഗതി മാറ്റിയ സിനിമയായിരുന്നു. MT വാസുദേവൻ നായരുടെ ആദ്യ തിരക്കഥ, വള്ളുവനാടൻ മൊഴിയുടെ പ്രവേശനം. ഈ ചിത്രത്തിൻ്റെ മനോഹരമായ ഗാനങ്ങൾ കൈകാര്യം ചെയ്തത് ഭാസ്കരൻ മാസ്റ്ററും BA ചിദംബരനാഥുമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം ചെയ്യേണ്ടത് ശ്രീ രാഘവൻ മാസ്റ്റർ ആയിരുന്നത്രേ. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ കാരണം രാഘവൻ മാസ്റ്റർ തന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ശ്രീ BA ചിദംബരനാഥിൻ്റെ പേര് നിർദ്ദേശിക്കുകയായിരുന്നു. കൈമാറി കിട്ടിയ ഈ നിയോഗത്തെ ശ്രീ ചിദംബരനാഥ് അതിഗംഭീരമാക്കി. കരയുന്നോ പുഴച്ചിരിക്കുന്നോ എന്ന ഈ ചിത്രത്തിലെ മനോഹരമായ ഗാനത്തിന് പിന്നിലും ഒരു കഥയുണ്ട്. ഇതിൻ്റെ പ്രൊഡ്യൂസറായ ശ്രീ ശോഭന പരമേശ്വരൻ നായരും ഭാസ്കരൻ മാസ്റ്ററും കൂടി ഒരിക്കലൊരു ബസ് യാത്രയിൽ ഒരു ചുരം കടന്ന് വരണ്ടുണങ്ങിക്കിടക്കുന്ന ഭാരതപ്പുഴ കണ്ടപ്പോൾ ഭാസ്കരൻ മാസ്റ്റർ പാടി പോലും, കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നോ പുഴച്ചിരിക്കുന്നു. പിന്നീട് മുറപ്പെണ്ണിൻ്റെ ഗാനങ്ങൾ എഴുതുന്ന സമയത്ത് സന്ദർഭോചിതമായി അദ്ദേഹം ഈ ഗാനം ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ചരണം പിന്നീട് എഴുതി ചേർക്കുകയാണത്രേ ഉണ്ടായത്. മറക്കുവാൻ പറയാൻ എന്തെളുപ്പം എന്ന് തുടങ്ങുന്ന ഇതിലെ ചരണം ഒരു കാലത്ത് കോളേജുകൾ വിട്ട് പിരിയുമ്പോൾ ആൺകുട്ടികൾ പെൺകുട്ടികൾക്കും പെൺകുട്ടികൾ ആൺകുട്ടികൾക്കും സ്ഥിരമായ ഓട്ടോഗ്രാഫിൽ എഴുതി കൊടുത്തിരുന്ന വരികളായിരുന്നു. മറക്കുവാൻ പറയാൻ എന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണ് അതിലെളുപ്പം, മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിടുന്നു. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു, കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. ചേർന്നുള്ള കരളുകൾ വേർപെടുമ്പോൾ മുറുകുന്നു ബന്ധമഴിയുന്നു, മുറുകുന്നു ബന്ധം അഴിയുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. കഥനത്താൽ തേങ്ങുന്ന ഹൃദയവുമായി കരകളിൽ തലതല്ലും ഓളങ്ങളെ, കഥനത്താൽ തേങ്ങുന്ന ഹൃദയവുമായി കരകളിൽ തലതല്ലും ഓളങ്ങളെ, തീരത്തിനറിയില്ല മാനത്തിനറിയില്ല തീരാത്ത നിങ്ങളുടെ വേദനകൾ, തീരാത്ത നിങ്ങളുടെ വേദനകൾ, കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. മറക്കുവാൻ പറയാനെന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം, മറക്കുവാൻ പറയാനെന്തെളുപ്പം, മണ്ണിൽ പിറക്കാതിരിക്കലാണതിലെളുപ്പം, മറവിതൻ മാറിടത്തിൽ മയങ്ങാൻ കിടന്നാലും ഓർമ്മകൾ ഓടിയെത്തി ഉണർത്തിയിടുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു, കണ്ണീരുമൊലിപ്പിച്ചു കൈവ
വഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. സത്യം എന്ന മഹാനായ ഒരു കലാകാരനെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. പ്രതിഭാധനനായ ഒരു ഷെഹനായി വാദകനായിരുന്നു അദ്ദേഹം. ഒരു കാലത്ത് അദ്ദേഹമില്ലാതെ ദേവരാജൻ മാസ്റ്ററോ ബാബുരാജോ വിശ്വനാഥൻ രാമമൂർത്തിയോ കെ വി മഹാദേവനോ ആരും റെക്കോർഡിംഗ് നടത്തുമായിരുന്നില്ല. കാരണം അത്ര മനോഹരമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദന രീതി. അദ്ദേഹത്തിൻ്റെ ഒരു ബ്രീത്തിൽ ഇങ്ങനെ ഇത്ര നേരം വേണമെങ്കിൽ നീട്ടി നിർത്താൻ പറ്റിയ ഒരു സ്റ്റൈലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദനം. മനോഹരമായ ഗാനങ്ങൾ നമുക്കിഷ്ടം പോലെ ഓർത്തെടുത്ത് പറയാനുണ്ട്. മലയാളത്തിലാണെങ്കിൽ ദേവരാജൻ മാസ്റ്ററുടെ കാറ്റും പോയി മഴക്കാറും പോയി എന്ന ഗാനത്തിലെ ആ ഷെഹനായി നമുക്ക് മറക്കാൻ സാധിക്കുമോ? അതേപോലെ ഇന്ദുമുഖി ഇന്ദുമുഖി എന്ന ഗാനത്തിലെ ഷെഹനായി നമുക്ക് മറക്കാൻ കഴിയുമോ? കർണൻ എന്ന ചിത്രത്തിൽ ശിവാജി ഗണേശൻ്റെ കർണൻ മരിക്കാൻ കിടക്കുമ്പോൾ NT രാമറാവു വിഷ്ണു ഒരു വയസ്സൻ്റെ വേഷത്തിൽ വന്ന് ഉള്ളത്തിൽ നല്ല ഉള്ളം എന്ന് പാടുമ്പോൾ ആ പാട്ടിൻ്റെ തുടക്കത്തിൽ വരുന്ന ഷെഹനായി നമുക്ക് മറക്കാൻ സാധിക്കുമോ? മറക്കാൻ കഴിയില്ല. അതേപോലെ മനോഹരമായി അദ്ദേഹം വായിച്ചൊരു ഗാനമാണ് പച്ചൈ വിളക്ക് എന്ന ചിത്രത്തിൽ വിശ്വനാഥൻ രാമമൂർത്തിയുടെ സംഗീതത്തിൽ കണ്ണദാസൻ്റെ വരികൾ, TMSഉം സുശീലാമ്മയും കൂടിയുള്ള ആലാപനം, SS രാജേന്ദ്രനും വിജയകുമാരിയും ചേർന്നുള്ള മനോഹരമായ അഭിനയം വാരാതിരുപ്പാരോ. பார்த்திருந்து காலமெல்லாம் காத்திருந்து பெண்ணழகை ரசிப்பதற்கு பேதை நெஞ்சம் துடி துடிக்க, பேதை நெஞ்சம் துடி துடிக்க வாராதிருப்பாளோ வண்ணமலர் கண்ணியவள், சேராதிருப்பாளோ என்னவனாம் மன்னவனை.
பள்ளியிலே கதை படிக்க வருவாளோ, கதை படிக்க வருவாளோ, வாராதிருப்பாளோ வண்ணமலர் கன்னியவள்.